കോഴിക്കോട്ട് യുവമോർച്ച പ്രവർത്തകരെ എസ്എഫ്ഐക്കാർ പരസ്യമായി മർദ്ദിച്ച സംഭവത്തിൽ പ്രത്യേകം പരാതി നൽകുന്നില്ലെന്ന് ബിജെപി. സംഭവം പോലീസിന് മുന്നിലായതിനാൽ സ്വയം നടപടിയെടുക്കട്ടെയെന്നും ബിജെപി കോഴിക്കോട് സിറ്റി പ്രസിഡന്റ് പ്രകാശ് ബാബു പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. പരാതിയൊന്നും കൊടുക്കുന്നില്ല. കാരണം പോലീസ് ഐ വിറ്റ്നസ് ആയിട്ടുള്ള പോലീസ് പിടിച്ചുകൊടുത്ത ഒരു സംഘർഷത്തിൽ അടിച്ച ഒരു മർദ്ദനത്തിൽ ഞങ്ങൾ എന്തിനാ പോലീസിന് പരാതി കൊടുക്കുന്നത്? അവര് നടപടിയെടുത്ത് കാണിക്കട്ടെ. അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് നന്നായിട്ട് ബിജെപിക്ക് അറിയാം. കാരണം ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങി പോകുന്നവരെ അടിച്ചിട്ടുള്ളത്. അതിന്റെ നടപടി കോഴിക്കോട്ടെ പോലീസ് എടുത്തിട്ടില്ലെങ്കിൽ 4 CIമാരുണ്ട്, ഒരു ACP ഉണ്ട്. ഇവരുടെ കൺമുന്നിൽ വെച്ചാണ് സംഭവം നടന്നത്. പ്രതികളെ അവർക്കറിയാം. പുറത്തു നിന്നുള്ള ഗുണ്ടകളാണ്. അവരെ അറസ്റ്റ് ചെയ്തിട്ട് നീതി നടപ്പാക്കി എന്ന് പറയട്ടെ. അല്ലെങ്കിൽ ഞങ്ങൾക്കറിയാം എന്താണ് ചെയ്യേണ്ടത്. നിലപാടിൽ ഒരു മാറ്റവും ഇല്ല. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കുറച്ച് സമയം കാത്തിരിക്കും. പോലീസിന്റെ നടപടി എന്താണെന്ന് അറിയട്ടെ. ഞങ്ങളുടെ പ്രവർത്തകരെ ഇപ്പൊ മെഡിക്കൽ കോളേജിലേക്ക് ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ഗുരുതരമായിട്ടുള്ള പരിക്കാണ്. ആ കാര്യങ്ങൾ ഞങ്ങൾ നോക്കട്ടെ, പോലീസിന്റെ നടപടി നോക്കട്ടെ. ഞങ്ങളുടെ പ്രവർത്തകർ ഇങ്ങോട്ട് വരുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ഇരുന്ന് ആലോചിച്ച് ഞങ്ങൾ ചെയ്തോളാം. പ്രതിഷേധിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അതാണല്ലോ, അതാ ഞങ്ങൾക്ക് പറയാത്തത്. ഒന്നുകിൽ ഈ സംഭവ സ്ഥലത്ത് മന്ത്രി ആരെങ്കിലും വേണം. നിങ്ങൾ ഈ കാണുന്ന നിങ്ങളിപ്പോ നിൽക്കുന്നത് ഞങ്ങളുടെ ഓഫീസിലല്ലേ? ഇവിടെ നിന്ന് 30 മീറ്റർ ഇല്ലല്ലോ ഈ സംഭവ സ്ഥലം. അപ്പൊ BJPയുടെ ഓഫീസിൽ നിന്ന് വരെ പുറത്തു പോകാൻ സാധിക്കാത്ത വിധത്താണോ കോഴിക്കോട് ഒരു മന്ത്രി വരുമ്പോ ഇവരുണ്ടാക്കേണ്ടത്? ഇത് ഞങ്ങൾ ഓഫീസിൽ കയറിയതിന് തുല്യമല്ലേ ഇത്? അതുകൊണ്ട് ഇത് മാപ്പർഹിക്കാത്ത കുറ്റമാണ്. പോലീസാണ് ഇതിൽ 1-ാം പ്രതി. പോലീസിന്റെ മുന്നിൽ വെച്ച് ഈ ക്രിമിനൽ ഗുണ്ട സംഘത്തെ ഞങ്ങളുടെ പ്രവർത്തകരെ പിടിച്ചു വെച്ചുകൊണ്ട് മർദ്ദിപ്പിക്കാൻ സഹായിച്ചിട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വരട്ടെ. ഞങ്ങളുടെ പ്രവർത്തകരെ മർദ്ദിച്ചവരെ അറസ്റ്റ് ചെയ്ത് കാണിക്കട്ടെ. അതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കമ്മീഷണറോട് അതാണ് ഞങ്ങൾ പറയുന്നത്. 1 മണിക്കൂർ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യും. ബാക്കി പാർട്ടി ഇരുന്ന് ആലോചിച്ച് ഞങ്ങൾക്ക് അറിയാം എന്താ ചെയ്യേണ്ടതെന്ന്.